Good afternoon, friends. Welcome to my channel. ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 2:30 ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സെൻസെക്സ് ഇപ്പം 100 പോയിന്റ് ഡൗണിൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. മെയിൻലി ഇന്ന് ടെക് സ്റ്റോക്സ് ലൈക്ക് ടെക് മഹീന്ദ്ര ചെയ്തിരുന്നു, കോട്ടക് ബാങ്ക്, ഒരു ഇതെല്ലാം ബാങ്ക്സും ഇന്ന് ചെയ്തതിൽ ചില സ്റ്റേറ്റ് ബാങ്കും കോട്ടക് ബാങ്കും നന്നായി ചെയ്തിരുന്നു. പ്ലസ് ICICI ബാങ്ക് ചെയ്തു. പക്ഷേ ഇന്ന് HDFC ബാങ്ക് എന്താണെന്നറിയില്ല, ഇന്ന് കുറച്ചൊരു മൂവ്മെന്റ് ഇതുവരെ കാണിച്ചില്ല. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ HDFC മൂവ് ചെയ്യുന്ന വിചാരിക്കുന്നത് 1731 ഇപ്പോൾ HDFC ബാങ്കിന്റെ ഫ്യൂച്ചർ പ്രൈസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ഗോ കുറച്ചൊരു 1715 അടുത്ത് നിന്ന് പോകണമെന്ന് കറക്റ്റ് ക്ലോസിംഗ് സമയത്ത് തോന്നുന്നു. അതുപോലെ റിലയൻസ് മാർക്കറ്റിനെ വലിയ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. ഇന്ന് റിലയൻസ് 2 ദിവസമായിട്ട് വളരെ റിലയൻസ് ആണ് നിഫ്റ്റിനെ പുള്ളി ചെയ്ത് കുറച്ച് ഡൗണിലേക്ക് പുള്ളി ചെയ്ത് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ എനിക്ക് പറയാന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഐ ആം റിയലി ബുള്ളിഷ്. മാർക്കറ്റ് ഈ 26,000 തന്നെ പോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് 26,000 മാർക്കറ്റ് പിന്നെയും ടച്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു കറക്ഷനാണ് ഇത്. നിങ്ങൾക്കൊക്കെ എന്താ പറയുക, നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ചെറിയൊരു കറക്ഷനിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. വാങ്ങിക്കാൻ പറ്റിയ സമയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഭാരതി എയർടെല്ലിൽ നിന്ന് നന്നായി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് 1700 ലെവലൊക്കെ ഭാരതി എയർടെൽ വന്നിട്ട്. ഭാരതീനെ അങ്ങനെ കുറേയും തോന്നുന്നില്ല, പക്ഷെ ഭാരതി ഈസ് എ വെരി സ്ട്രോങ് സ്റ്റോക്ക്. ഭാരതി എയർടെൽ എപ്പോഴും ബൗൺസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഭാരതി എയർടെൽ. പക്ഷേ ഇന്നിപ്പോൾ നന്നായി ചെയ്ത കുറച്ച് ടോപ്പ് പെർഫോമേഴ്സ് ഞാൻ കണ്ടത് KFin ടെക്നോളജി അത് ഓൾമോസ്റ്റ് 13.42% KFin ടെക്നോളജി മൂവ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഫൈനാൻഷ്യൽ ടെക്നോളജി കമ്പനിയാണ്, പക്ഷേ ഇത് സ്റ്റോക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ BASF, നാഷണൽ അലുമിനിയം, കാപ്ലി പോയിന്റ്, Paytm, ഇതൊക്കെയായിരുന്നു നന്നായിട്ട് മൂവ് ചെയ്ത സ്റ്റോക്സുകൾ, നല്ല പെർഫോമൻസ് ചെയ്ത സ്റ്റോക്കുകൾ. പിന്നെ എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഒരു കമ്പനിയെ കുറിച്ചാണ്. അതിൻ്റെ പേരെന്ന് വെച്ചാൽ വെസ്റ്റ് ലൈഫ് ഫുഡ് എന്ന് പറഞ്ഞൊരു കമ്പനി. വെസ്റ്റ് ലൈഫ് ഫുഡ് എന്ന് വെച്ചാൽ ഇത് ഈ ഹാർട്ട് കാസിൽ റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ, മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഇന്ത്യയിൽ. അത് ഇപ്പോഴും ചെയ്യുന്നത് ഓൾമോസ്റ്റ് 902 അതിൻ്റെ ഓൾ ടൈം ആയി 976 ആണ്. സ്റ്റോക്ക് പി ഓൾമോസ്റ്റ് സെയിം ലൈക്ക് ഇൻഡസ്ട്രി പി 324 വരുന്നുണ്ട്. ക്യാഷ് ഫ്ലോ നോക്കുന്ന സമയത്ത് കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ഒക്കെ ഉണ്ട്. ഫ്രീ ക്യാഷ് ഫ്ലോ 274 കോടി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ കറണ്ട് അസറ്റ് 157 കോടിയും കറണ്ട് ലയബിലിറ്റീസ് 1656 കോടിയും കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് ഈ സ്റ്റോക്ക് കണ്ടതിപ്പോൾ എനിക്ക് തോന്നിയ പറയുകയാണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റോക്കിനെ കമ്പയർ വെച്ചാൽ ഈ വെസ്റ്റ് ലൈഫ് ഫുഡും ജുബിലിയൻ ഫുഡും ഇത് രണ്ടും ഓൾമോസ്റ്റ് നമ്മുടെ ഈ മാർക്കറ്റ് ലീഡേഴ്സാണ്. ഒരാൾ മാക്ഡൊണാൾഡ്സ് ആയിട്ടുള്ള കൊളാബറേഷൻ, ജുബിലിയൻ ഫുഡ്, ഈ പിസ്സ വെക്കുന്ന ആൾ, ജുബിലിയൻ പിസ്സ ഞങ്ങൾക്ക് അറിയാലോ, എല്ലാ സ്ഥലത്തും വളരെ പോപ്പുലറാണ്. പക്ഷേ ഈ ജുബിലിയൻ ഫുഡിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 660 രൂപയാണ് CMP. വെസ്റ്റ് ലൈഫിൻ്റെ 901 രൂപയാണ്. പക്ഷേ നിങ്ങൾ പി നോക്കുക വെച്ചാൽ വെസ്റ്റ് ലൈഫിൻ്റെ 322 ജുബിലിയൻ്റെ 167. ഇനി അഥവാ സെയിൽസ് ഫിഗർ നോക്കുക വെച്ചാൽ ജുബിലിയൻ്റെ 6252 കോടി സെയിലുണ്ട്, വെസ്റ്റ് ലൈഫിൻ്റെ 2393 കോടിയുള്ളൂ. സോ സെയിൽ വൈസ് ഓൾസോ, PE wise also, these two stocks you compare it, which is better, Jubilant Food is better, സോ അതാണ് ഞാൻ കണ്ടത്. പിന്നെ CMP ടു ബുക്ക് വാല്യൂ നോക്കുക വെച്ചാൽ അതും 20 രൂപയുള്ളൂ. CMP ടു ബുക്ക് വാല്യൂ വെസ്റ്റ് ലൈഫിന് നോക്കുക 23 അതും കൂടുതലാണ് വെസ്റ്റ് ലൈഫ്. പിന്നെ ജുബിലിയൻ ഫുഡ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് 0.18%, വെസ്റ്റ് ലൈഫ് 0.37% ഡിവിഡൻഡ് പേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നോക്കുക വെച്ചാൽ ജുബിലിയൻ ഫുഡിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടറിൽ വന്നത് 58.02 crores ആണ്. വെസ്റ്റ് ലൈഫിന് വന്നത് 3.25 ഉള്ളൂ. സോ നെറ്റ് പ്രോഫിറ്റിൽ നോക്കുന്ന സമയം, സെയിലിൽ നോക്കുന്ന സമയത്തും ഈ കമ്പനി ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കാൻ 19.96, വെസ്റ്റ് ലൈഫിൻ്റെ 14.36 ഉള്ളൂ. പാറ്റ് 12 months എടുക്കാന്ന് ചെയ്യാൻ തന്നെ 272 കോടി ജുബിലിയൻ ഫുഡിന് കാണിക്കുന്നുണ്ട്, വെസ്റ്റ് ലൈഫിൻ്റെ 43 കോടി. സോ എന്തുകൊണ്ടും ജുബിലിയൻ ഫുഡ് ഈസ് എ ബെറ്റർ ബൈ ദാൻ വെസ്റ്റ് ലൈഫ് ഫുഡ് എന്നാണ് എനിക്ക് കാണുന്നത്. ജുബിലിയൻ ഫുഡും രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ഇന്ന് വേറെ നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നന്നായിട്ട് മൂവ് ചെയ്ത സ്റ്റോക്കുകൾ പറയാനൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെയാണ് നന്നായിട്ട് ചെയ്തത്. പക്ഷേ IT സെക്ടറിൽ ഇൻഫിയും SCL ടെക്കും വിപ്രോവും ചെയ്തിട്ടുണ്ട്. ഇൻഫിന്ന് ഓൾമോസ്റ്റ് 1.46% ഗെയിൻ ചെയ്തിട്ടുണ്ട്. 1903 ഇൻഫി ചെയ്യുന്നത്. ബാങ്കിങ് സെക്ടറിൽ സ്റ്റേറ്റ് ബാങ്ക് ആണ് ഇപ്പോഴത്തെ നന്നായിട്ട് 793 മൂവ് ചെയ്തിട്ടുണ്ട് ബാങ്കിങ് സെക്ടറിൽ. ഇപ്പം
നമുക്ക് ഡിമാർട്ട് ഇന്ന് കുറച്ച് കറക്റ്റ് ആയിട്ട് ഡിമാർട്ട് 4968 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഡിമാർട്ട്. ഇപ്പോൾ ഡിമാർട്ട് ഈസ് ഓൾസോ സ്റ്റോക്ക് ടു കൺസിഡർ. കൺസ്യൂമർ ഡ്യൂറബിൾ നോൺ ഡ്യൂറബിൾ യൂണിലിവറും ITCയും രണ്ടും ലഗാർഡ്സ് ആയിരുന്നു ചെയ്തതിൽ വെച്ചിട്ട്. പിന്നെ നന്നായി ചെയ്തൊരു സ്റ്റോക്ക് പറയുന്നത് സീമെൻസ് ആണ്. സീമെൻസ് ഓൾമോസ്റ്റ് 3%, 3.5% ഗെയിൻ ചെയ്തിട്ടുണ്ട് സീമെൻസ്. സോ ഇതൊക്കെയാണ് മാർക്കറ്റിലൊരു ഒരു മിക്സ്ഡ് മൂവ്മെൻറ്റ്സ് അത് കണ്ടത്. ഫൈനാൻഷ്യൽ സെക്ടറിൽ മെയിൻലി ഇറ്റ്സ് നോട്ട് കോട്ടക് ബാങ്കും SBIയും ഒഴിച്ചു വെച്ചാൽ ICICIയും HDFCയും ബജാജ് ഫൈനാൻസും ആക്സിസ് ബാങ്കും ഒക്കെ ലഗാർഡ്സ് ആയിരുന്നു. അതായത് നിഫ്റ്റിയിൽ നിന്ന് കുറച്ച് കുറയാനുള്ള കാരണം. പിന്നെ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറും അത്ര നന്നായി ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള, ഈ മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ ഇന്നിപ്പം മാനുഫാക്ചറിങ് അത്ര റെലവൻ്റ് ആണോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? കാരണം വെച്ചാൽ പണ്ടാരോ ചോദിച്ചതിന് ഈസ് ദർ എനിത്തിങ് ദാറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഇൻ ചൈന. കാരണം ചൈന ഇന്ന് ലോകത്തിലെ വർക്ക്ഷോപ്പ് ഓഫ് ദി വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വർക്ക്ഷോപ്പ് ഓഫ് ദി വേൾഡ് വാസ് ഒറിജിനലി കോയിൻഡ് ബ്രിട്ടൻ ആയിരുന്നു ഒരു കാലത്ത് വർക്ക്ഷോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ബ്രിട്ടനിൽ ഒരു ഇൻഡസ്ട്രിയും ഇല്ല. ബ്രിട്ടനിലായിരുന്നു ഒരുവിധം ഈ റേഞ്ച് റോവർ, മറ്റേ നമ്മളെ എൻഫീൽഡ്, അല്ലെങ്കിൽ എയർലൈനിൻ്റെ പല സ്പാറ്റ്സ് മാനുഫാക്ചറിങ്, ലോട്ട് ഓഫ് മാനുഫാക്ചറിങ് ബ്രിട്ടനിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബ്രിട്ടനിൽ മാത്രമല്ല, ലോകത്തിലെ ഇന്ന് റിച്ച് കൺട്രീസിലെല്ലാം എടുക്കാൻ വെച്ചാലും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഒരു കാലത്ത് വലിയൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു. ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ്ങുള്ള കൺട്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇന്ന് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ റൈസ് ഓഫ് നോളജ് ബേസ്ഡ് സർവീസസ് ആണ്. ഹൈ പ്രൊഡക്ടിവിറ്റി സർവീസസ്, ബാങ്കിങ്, മാനേജ്മെൻറ്റ്, കൺസൾട്ടിങ്. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മറ്റുള്ള കൺട്രിയിലൊക്കെ ഡിക്ലൈനിങ്. ഇന്ന് അമേരിക്കയിൽ നോക്കുക, എത്ര കാറിൻ്റെ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ? ഫോർഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രൈസ്ലർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ? വളരെ മാനുഫാക്ചറിംഗ് ഒന്നും അമേരിക്കയിലോ ഇപ്പം വളരെ കുറവാണ്. മിക്കവാറും ഈ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഒക്കെ ഇന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ടെക്സ്റ്റൈൽ വലിയ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ജോബ്, കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ഓഫീസിൽ, അല്ലെങ്കിൽ ഷോപ്സിൽ, ഷോപ്പിംഗ് മാൾസിൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ പഠിച്ച കുട്ടികൾ, നിങ്ങളുടെ ഫാമിലി ഒരു പഠിച്ച കുട്ടി ഞങ്ങൾ വർക്ക്ഷോപ്പിൽ ജോലിക്ക് അയക്കും, അല്ലെങ്കിൽ ഫാക്ടറിയിൽ കൺവെയർ ബെൽറ്റിൽ നിന്നിട്ട് ജോലിക്ക് അയക്കും. ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു പണ്ട്, എന്തായാലും പേരൊക്കെ, ഇഫ് ഐ എം നോട്ട് റോങ് ഇറ്റ് ഇസ് മോഡേൺ ടൈംസ് എന്നുള്ളത്. ഈ ഇൻഡസ്ട്രിയലൈസ് സൊസൈറ്റിനെ എങ്ങനെയാണ് കൺവോയ് ബെൽറ്റിൽ വെച്ചിട്ട് മാനുഫാക്ചറിങ്ങിൻ്റെ ചെയ്യുന്നുള്ളത്. പക്ഷേ ഇന്ന് ഒരു കുട്ടിയും മാനുഫാക്ചറിങ് ജോബ്സിന് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനോ, നമ്മുടെ നാട്ടിലിപ്പം കേരളത്തിൽ തന്നെ നോക്കുക, നിങ്ങളിപ്പം ഈ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലാബേഴ്സിന് കിട്ടാനേ ഇല്ല. ലേബറായിട്ട് ഒരു കുട്ടിയും ഒരു ഫാമിലിയിൽ നിന്ന് ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇപ്പം വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ്, ടൂ വീലർ വർക്ക്ഷോപ്സ്, ഇങ്ങനെയുള്ള കുറേ വർക്ക്ഷോപ്സ് മാനുഫാക്ചറിങ് സ്ഥലങ്ങളിൽ ഷോപ്സിലുണ്ടായിരുന്നു. അതൊക്കെ ക്ലോസ് ചെയ്തു പോയി. ഇപ്പോൾ നോ ചൈൽഡ് വാണ്ട്സ് ടു വർക്ക്സ് ഇൻ മാനുഫാക്ചറിങ്ങില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് മാനുഫാക്ചറിങ്ങിൽ കമ്പനികൾ മാനുഫാക്ചറിങ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിലവൻ്റ് അല്ല ഇന്നത്തെ കൺട്രികളിൽ. കാരണം വെച്ചാൽ പിന്നെന്ന് വെച്ചാൽ ഇപ്പം മിക്ക കൺട്രികളും മോർ സർവീസ് ബേസ്ഡ് എക്കണോമിയാണ്. സർവീസ് ബേസ്ഡ് എക്കണോമിക് എന്താ പ്രശ്നം വെച്ചാൽ ഇറ്റ് ഈസ് ലോവർ എബിലിറ്റി ടു എക്സ്പോർട്ട്. കാരണം ലോവർ എക്സ്പോർട്ട് ഏർണിങ്സ് എന്ന് വെച്ചാൽ മീൻസ് വീക്കർ എബിലിറ്റി ടു ബൈ അഡ്വാൻസ് ടെക്നോളജീസ് ഫ്രം എബ്രോഡ്. അപ്പോൾ നിങ്ങൾക്ക് സ്ലോ ചെയ്യും. ദ കൺട്രീസ് ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് തന്നെ സ്ലോ ചെയ്യും. അതാണല്ലോ ചൈനേൻ്റെ വലിയൊരു ഗ്രോത്ത്. കാരണം ചൈന മാനുഫാക്ചറിങ് ഹബ്ബായി മാറി. ദേ സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിങ് ടു ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അവരെ എക്കണോമി വളരെ ബൂസ്റ്റായി. സോ അതായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം പണ്ട് കാലത്ത് 19th സെഞ്ചുറിയിലോ 20th സെഞ്ചുറിയിലോ ഈ ബ്രിട്ടനും ബെൽജിയവും ആയിരുന്നു ലോകത്തിലെ 40% എംപ്ലോയിഡ് വർക്കിംഗ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഇന്ന് അതിൻ്റെ റേഷ്യോ വരുന്നത് ലെസ് ദാൻ 25% ആണ്. ഇന്നിപ്പം US-ലും കാനഡയിലും ബ്രിട്ടനിലൊക്കെ എടുക്കാൻ ലെസ് ദാൻ 15% ഉള്ളവരെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് ഇപ്പോൾ ഔട്ട്സോഴ്സിങ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആപ്പിൾ ആയാലും ശരി, ഇങ്ങനെയുള്ള കാറിൻ്റെ കോമ്പണൻസ് ആയാലും ശരി, ഇന്നിപ്പം കാർ കമ്പനീസ് ഒന്നും കോമ്പണൻസ് അധികം ഇന്ത്യ പോയി ചൈനയിൽ നിന്നുള്ള കാർ കോമ്പണൻസ് ആണ് മേടിക്കുന്നത്. ഇപ്പോൾ ഫോൺ നോക്കി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയാലും TV കോമ്പണൻസ് ആയാലും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ഇങ്ങനെയുള്ള
മറ്റുള്ള കൺട്രികളിൽ നിന്നാണ്. സോ ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലൊന്നും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇല്ല, അവരൊരു ഡീഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് മാനുഫാക്ചറിങ് ഇമ്പോർട്ട്സ് ഫ്രം ദി ലോ കോസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ്, എസ്പെഷ്യലി ചൈന പോലുള്ള കൺട്രികൾക്ക് വലിയൊരു ബൂസ്റ്റാണ്. അപ്പോൾ ഈ നമ്മളിപ്പം ഒരു സാധനം വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഒരു പി സി നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കണമെങ്കിൽ വളരെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ പിന്നെ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. ഇന്ന് അതേ സമയത്ത് അന്ന് നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് പ്രൈസ് കൊടുക്കണം ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ലാപ്ടോപ്പെല്ലാം പിന്നെ വന്നത്, ആദ്യം കമ്പ്യൂട്ടറായിരുന്നു. അന്ന് കമ്പ്യൂട്ടറൊക്കെ സാധാരണക്കാരൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഒരു ഓഫീസിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ, വലിയൊരു ഓഫീസിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, അത്രയും എക്സ്പെൻസീവാണ്. ഇന്ന് നോക്കണം, ഒരു 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രോബബ്ലി നിങ്ങൾക്ക് അതേ പൈസയെ കൊണ്ട് ഇന്നൊരു 3-4-5 കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പറ്റും. അതിനെക്കാട്ടും ഗ്രേറ്റർ കമ്പ്യൂട്ടിംഗ് പവറുള്ളത് ചെറിയ സൈസുള്ള ചെറിയ ലാപ്ടോപ്പുകൾ, ഇതൊക്കെ ഇന്ന് 3-4 ലാപ്ടോപ്പുകൾ ആ പൈസയെ കൊണ്ട് ഇന്ന് വാങ്ങിക്കാൻ പറ്റും. പണ്ട് കാലത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുമ്പോൾ MS ഓഫീസ് കോഴ്സിന് തന്നെ അന്ന് 50,000 റുപ്യയിൽ വാങ്ങിച്ച സമയമുണ്ട്. ഒരു MS ഓഫീസ് വേർഡ് പഠിക്കാനോ എക്സൽ പഠിക്കാനോ 50,000 റുപ്യ 60,000 റുപ്യ കോഴ്സ് ഫീസ്. ഇന്നത് ഓൾമോസ്റ്റ് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. സോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റിലേറ്റീവ് പ്രൈസ് ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്സ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തും മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൈസ് ഓൾവേസ് ബാർഗൈനിങ് പ്രൈസിൽ വിറ്റുകൊണ്ടിരിക്കണം. ദ പ്രൈസ് വിൽ കണ്ടിന്യൂസ്ലി ഫോൾ. അതാണ് ഈ കമ്പനീസ് ലൈക്ക് മദേഴ്സ് ആൻഡ് സുമി എന്നുള്ള കമ്പനികൾ ഓർമ്മയുണ്ടാവും. അത് മദേഴ്സ് ആൻഡ് സുമി എന്ന് വെച്ചാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കോമ്പണന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഒരു ഇന്ത്യക്കാരൻ്റെ കമ്പനിയാണ്. പക്ഷേ ഇതെന്താ പ്രശ്നം വെച്ചാൽ ദേ സപ്ലൈ ടു BMW ബമ്പറും ഇതുപോലുള്ള മിക്കവാറും BMW വോൾസ് വാഗനൊക്കെ ഈ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഇതെന്താ പ്രശ്നം, ഈ കമ്പനിക്ക് ഒരിക്കലും പ്രൈസിങ് പവർ ഇല്ല. ഈ BMW വോൾസ് വാഗണും ദേ കോൺസ്റ്റന്റ്ലി ബീറ്റ് ദി സപ്ലയർ. Reduce the price. We want to reduce the price. Then only they can sell it, car at a cost competitive. അപ്പോൾ സപ്ലയേഴ്സിനൊപ്പം പ്രൈസിങ് പവർ ഇല്ലാത്തൊരു ഏരിയ. സോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഈ റിലേറ്റീവ്. അപ്പോൾ നിങ്ങളെന്ത് യു ഹാവ് ടു മേക്ക് എ ലാർജ് ക്വാണ്ടിറ്റി. മാനുഫാക്ചറിങ് ഫാസ്റ്റർ പ്രൊഡക്ടിവിറ്റി വേണം, ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കണം. ചൈനേനെ പോലെയൊക്കെ അത്ര അധികം ഔട്ട്പുട്ട് മാനുഫാക്ചറിങ് ഉണ്ടാവണം. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നമ്മളെ ഇന്ത്യ പോലത്തെ കൺട്രി, ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഇപ്പം അയാൾ ഈസ് പ്രൊമോട്ടിങ് ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചർ ചെയ്യൂ. പക്ഷേ ഇന്ത്യയിൽ എന്താണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് മാനുഫാക്ചർ? ഇന്ത്യയിൽ ലേബർ ചീപ്പാണോ, ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ചീപ്പാണോ, ഇന്ത്യയിൽ അത്രമാത്രം മാനുഫാക്ചർ ചെയ്യാൻ ഔട്ട്പുട്ട് കിട്ടുമോ, ഇന്ത്യൻ ലേബേഴ്സിന് എടുക്കുന്ന ഇത്ര വലിയ ഔട്ട്പുട്ട് ഉണ്ടോ? സോ ഇതൊക്കെ ഇന്ത്യൻ ടാരിഫ്സിനെ കുറിച്ചും ഇതൊക്കെ അവരൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കൂലേ. അതേ പൈസ ഞാൻ ചൈനയിൽ ഇട്ടാൽ എനിക്ക് എത്ര അവിടുന്ന് ഔട്ട്പുട്ട് കിട്ടും ചൈനീസ് ലേബർ എടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഇതിനുള്ള കോസ്റ്റ് കുറക്കാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുക, നിങ്ങൾ ഈ ഔട്ട്പുട്ട് ഡബിളാകുന്ന എക്സാമ്പിളിന് പറയാന്ന് വെച്ചാൽ, നമ്മളെ ക്ലാസ്സിലൊരു ടീച്ചർ 20 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതായിരിക്കും. ടീച്ചർ ഔട്ട്പുട്ട് കൂട്ടുന്ന വെച്ചാൽ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് എന്ത് ചെയ്യുക, 20 കുട്ടികളിൽ സ്ട്രേറ്റ് അവേ ക്യാൻ മേക്ക് ഇറ്റ് 40 സ്റ്റുഡൻസ്. 40 സ്റ്റുഡൻസ് ആകുമ്പോൾ 40 സ്റ്റുഡൻസിൻ്റെ ഫീസ് കിട്ടുകയും ചെയ്യും. ഒരു മണിക്കൂർ ആ 40 സ്റ്റുഡൻസിന് ലെക്ചർ ചെയ്താൽ മതി. പക്ഷേ ഡു യു തിങ്ക് ദ സെയിം ഔട്ട്പുട്ട് വിൽ ഗെറ്റ് 20 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും 40 കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറും ആ ഒരു ഔട്ട്പുട്ടിനും ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഔട്ട്പുട്ടിൻ്റെ ആ ഡിഫറൻസ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്കൂൾ വിൽ ഗെറ്റ് മോർ മണി. 40 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ആ സെയിം ഫീസിൻ്റെ സ്കൂൾ ചാർജ് ചെയ്ത്. അപ്പോൾ ഈ US ബ്രിട്ടനും എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, US ബ്രിട്ടൻ ഞാൻ UAE കണ്ടുവരുന്നുണ്ട്. കാരണം UAE ഞാൻ കുറേ ഉള്ള ഒരു ഷോപ്പിംഗ് മാൾസിലൊക്കെ നിങ്ങൾ റീറ്റെയിൽ സർവീസൊക്കെ പോകാമെങ്കിൽ, ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ പോയിക്കാൽ പണ്ട് കാലത്ത് ഒരു 20 കൊല്ലം മുമ്പുള്ള ഒരു UAE ആ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ഇന്ന് കാഫോറോ അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ മാൾസിൽ പോയാൽ കിട്ടുന്നില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാതെ. കാരണം ചില പണ്ട് കാലത്ത് ഒരു ചെറിയ പൈസക്ക് ഒരു 10-25 ദിർഹംസിന് കിട്ടുന്ന സാധനം ഇന്ന് 100 ദിർഹംസിന് മുകളിൽ കൊടുക്കുകയും വേണം. അറ്റ് ദ സെയിം ടൈം യു ഡോണ്ട് ഗെറ്റ് ദ സെയിം ക്വാളിറ്റി. പണ്ട് കാലത്ത് വരുന്ന ഈ ക്ലാർക്സിൻ്റെ ഷൂ ആയാലും ശരി, ഡോക്ടർ മാർട്ടിൻ ഷൂ ആയാലും ശരി, ഇതൊക്കെ വരുന്നത് സ്ട്രേറ്റ് ഫ്രം UK അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫ്രം US എന്നുള്ള മാനുഫാക്ചർ എന്നുള്ള മെയ്ഡ് ഇൻ US എന്നുള്ള ലാബിൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇന്ന് അത് ഇങ്ങക്ക് കാണാനേ പറ്റില്ല. ആൻഡ് ദേ മെയ്ഡ് ദ ചീപ്പർ ഷൂസ്, സോഫാസ്, ഇങ്ങനെയുള്ള സർവീസ് എല്ലാം വളരെ കുറച്ചു. കാരണം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഷെൽഫിൽ ഒരു സെയിൽസ് അസിസ്റ്റൻറ്റിനെ കാണാൻ പറ്റില്ല. ഷൂ സ്റ്റോർസ് പോയി കഴിഞ്ഞാൽ അസിസ്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ ആ ഷൂ ഇട്ടോക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ടു വെയിറ്റ് 20 മിനിറ്റ്സ് ഇൻ ക്യൂ. ഒരു ക്യാഷ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡിക്വേറ്റ് സർവീസ് ചെയ്യാൻ അവിടെ ആളുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ UK അമേരിക്കയിലും ഇപ്പോൾ UAE അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഡെലിവറി ആണെങ്കിൽ അവർക്ക് കൃത്യസമയത്ത് ചെയ്യില്ല.
സോ ഇപ്പം നോക്കുക വെച്ചാൽ നിങ്ങൾ ഒരു സിറ്റീൻ്റെ നടുവിൽ വലിയൊരു മാള് തുറക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴിക്കോട് വലിയൊരു മാള് തുറന്നിട്ടുള്ളൂ. അപ്പോൾ മാളിൽ നിങ്ങൾ പോയി കയറ്റി കോഴിക്കോട് മാളിൽ അവിടെ പോയി നിങ്ങൾ നോക്കുക. അവിടെ നിന്ന് നിങ്ങളൊരു കിലോ ബനാന വാങ്ങിച്ച് അതേ ബനാന തന്നെ നിങ്ങൾക്കിപ്പം പഴം നേന്ത്രപ്പഴം കോഴിക്കോട് ബസാറിൽ പോയാലും ഫ്രൂട്ട് മാർക്കറ്റിൽ പോയാലും കിട്ടും. പക്ഷേ ഇതേ ബനാനക്കും ഇതേ ആപ്പിളിനും അവിടെ ചിലപ്പോൾ ഒരു 10, 20, 30 റുപ്യങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഏത് നമ്മളെ മാളിൽ പോയി കയറി. എന്തുകൊണ്ടത് അതിൻ്റെ ആവശ്യം? സിറ്റി സെൻറ്ററിൽ പോയിട്ട് ഒരു മാളിൽ ഡ്രൈവ് ചെയ്ത് പാർക്കില്ല സ്ഥലത്ത് നിങ്ങൾ പോയി അവിടെ നിന്ന് ഒരു കിലോ ബനാന വാങ്ങിച്ചിട്ട് ഇത്ര അധികം പൈസ കൊടുക്കുക ചാർജ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ അവരുടെ ഫ്ലോർ സ്പേസ് സാധാരണ ഈ ഷോപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് മർച്ചൻറ്റിൻ്റെ ഫ്ലോർ സ്പേസിനെക്കാട്ടും എത്രയോ വലിയൊരു ഫ്ലോർ സ്പേസ് അയാൾ റെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ റെൻറ്റും കൂടി ഈ പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇത് വലിയൊരു പ്രശ്നമാണ്. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പുവർ കൺട്രീസിന് വേറൊരു ലക്ഷം പാകിസ്ഥാൻ, ശ്രീലങ്ക ഇതുപോലുള്ള കൺട്രീസിന് ഈ വെൻ ദർ ഈസ് നോ മാനുഫാക്ചറിംഗ് ഉള്ള കൺട്രികളാണ് ഈ ശ്രീലങ്കയും പാകിസ്ഥാനും. പിന്നെ ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കൺട്രികൾ ദേ ഹാവ് ടു ബോറോ മണി, വെൻ ദേ ബോറോ ദ മണി ദാറ്റ് മീൻസ് വാട്ട് വിൽ ഹാപ്പൻ, യുവർ കറൻസി വാല്യൂ വിൽ ഗോ ഡൗൺ. പാകിസ്ഥാനിലെ കറൻസി അല്ലെങ്കിൽ മറ്റുള്ള ഈ ശ്രീലങ്കയിലെ കറൻസിക്കൊക്കെ എന്താ വാല്യൂ ഉള്ളതെന്നുള്ള കാര്യം കുറയും. അപ്പോൾ നിങ്ങളുടെ കറൻസി വാല്യൂ കുറയുന്ന സമയത്ത് ഇത് കൺട്രിക്ക് ദേ ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു ഇമ്പോർട്ട് പ്രോഡക്ട്സ് ഫ്രം എബ്രോഡ്. അപ്പോൾ ഇന്ത്യ പോലുള്ള കൺട്രികളിൽ എന്തുകൊണ്ട് ഈ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന വെച്ചാൽ നമ്മളെ കറൻസിക്ക് വാല്യൂ ഉണ്ട്. നമുക്കിവിടെ ഒരു ഫ്രഞ്ച് വൈൻ കുടിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സ്കാൻഡിനേവിയൻ കൺട്രികളിലെ ചീസ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള നമുക്ക് ഓറഞ്ചസോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള അതർ ആപ്പിൾസ് ഇതുപോലത്തെ സംഗതികൾ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നുള്ള ഗ്രേപ്സ് ഇവിടെ ഇന്ത്യയിൽ കഴിക്കണമെന്ന് വെച്ചാൽ യു ഹാവ് ടു പേ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു പേ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. കാരണം നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വളരെ കുറവാകും. കാരണം അത് എന്തുകൊണ്ട് വെച്ചാൽ യു കനോട്ട് ഇമ്പോർട്ട് ദ പ്രോഡക്റ്റ് ഫ്രം അതർ കൺട്രി, യു കനോട്ട് ഇമ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം അതർ കൺട്രി ബിക്കോസ് യുവർ കറൻസി വാല്യൂസ് കമ്പയർ ടു അതർ കൺട്രീസ് വെരി ലോ. ഇന്ത്യൻ്റെ കറൻസി അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ പോലുള്ള കൺട്രിയിൽ സ്കാൻഡിനേവിയൻ കൺട്രിയിൽ ചീസ് ഇമ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് അലവ്. ഐ ഡോണ്ട് തിങ്ക് സോ ദേ വിൽ അലൗ ദാറ്റ്. സോ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും ഈ സ്വിറ്റ്സർലാൻഡിലെ ജനങ്ങൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്, സ്വിറ്റ്സർലാൻഡിലെ ജനങ്ങൾ എല്ലാം ജീവിക്കുന്നത് ഈ തേർഡ് വേൾഡ് കൺട്രിയിലുള്ള പൊളിറ്റീഷ്യൻസിൻ്റെയും ഫിലിം സ്റ്റാർസിൻ്റെയും അല്ലെങ്കിൽ നീരവ് മോദിയും വിജയ് മല്യനെ പോലത്തെ കുറേ തീഫ്സിൻ്റെയും ആഫ്രിക്കയിലുള്ള ഡിക്റ്റേറ്റേഴ്സിൻ്റെയും സ്റ്റോളൻ മണി അവരെ സ്വിസ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പൈസേൻ്റെ കൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിലുള്ള ജനങ്ങൾ ഇത്ര ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ളത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, കുക്കു ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് ജപ്പാനിലും അമേരിക്കയിലും വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിലെ ജനങ്ങൾ ഇത്ര ഭയങ്കര റിച്ചായതും സ്വിറ്റ്സർലാൻഡ് കൺട്രി ഇത്ര റിച്ചായെന്ന് നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരുടെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല സംഭവം. സ്വിറ്റ്സർലാൻഡ് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രിയാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ ജനങ്ങൾ വെച്ചാൽ സ്വിസ് മാനുഫാക്ചർഡ് വളരെ നല്ല പ്രോഡക്ട്സ് അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് വളരെ ഒരു ചെറിയൊരു കൺട്രി, ലെസ് ദാൻ അറൗണ്ട് 7 മില്യൺ ആൾക്കാരേ ഉള്ളൂ. അത് അവർ മാനുഫാക്ചറിങ് ഗുഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ മാനുഫാക്ചറിങ് ഗുഡ്സ് എന്ന് വെച്ചാൽ അവർ സ്പെഷ്യലൈസ്ഡ് ഹൈ വാല്യൂ ഹൈ എൻഡ് മാനുഫാക്ചറിങ് ഗുഡ്സ് അവർ ഉണ്ടാക്കുന്നത്. മെയിൻലി അവരുണ്ടാക്കുന്ന മെഷീനറീസ്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് പറയാം. സ്വിറ്റ്സർലാൻഡിലാണ് സിബാഗൈഗി പോലത്തെ കമ്പനികൾ, സാൻഡോസ്, റോഷ് ഇതുപോലത്തെ ലോക പ്രശസ്ത കെമിക്കൽ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസൊക്കെ സ്വിറ്റ്സർലാൻഡിലാണ്. അതെല്ലാം ഹൈ എൻഡ് പ്രോഡക്ട്സ് ആണ് അവരെ മെഷീനറീസൊക്കെ. സോ പിന്നെ അവർ കൺസ്യൂമർ പ്രോഡക്ട്സിൽ അത്ര വലിയ എല്ലാവർക്കും അറിയുന്ന പോലത്തെ കൺസ്യൂമർ പ്രോഡക്ട്സ്. പക്ഷേ ഈവൻ നെസ്ലെ ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ കമ്പനി ഇൻ ദ വേൾഡ്. സോ സ്വിറ്റ്സർലാൻഡിലെ പെർ ക്യാപിറ്റ നോക്കുകയെന്ന് വെച്ചാലും ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് നോക്കുകയെന്ന് വെച്ചാലും ഇന്ന് ജപ്പാനോട് കിടപിടിക്കുന്ന ജപ്പാൻ്റെ നിയർ ടു ജപ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കൺട്രിയാണ് സിംഗപ്പൂറും 5 മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കണോമിക്സ് ഇൻ ദ വേൾഡ്. അത് പിന്നെ വരുന്ന ഫിൻലാൻഡ്, സ്വീഡൻ, അത് ടോപ്പ് 5 വരുന്ന കൺട്രീസാണ്. സോ ഇത് ഇങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ പല കൺട്രികളും അവരെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ഹൈ ആയി ഈ കൺട്രികളൊക്കെ. ഇപ്പം നമ്മളെ ഈ കേരളത്തിൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് പറയല്ലാണ്ട് ആക്ച്വലി പറയാൻ വെച്ചാൽ കേരളത്തിനെക്കാട്ടും വളരെ ചെറിയൊരു ദ്വീപ് സമൂഹമാണ് സീഷൽ എന്ന് പറഞ്ഞൊരു ദ്വീപ് സമൂഹങ്ങൾ. അവിടെ എന്ന് വെച്ചാൽ ആകെ 85,000 ആൾക്കാർ പോപ്പുലേഷനുള്ളൂ ആ സീഷൽ ഈ ദ്വീപ് സമൂഹങ്ങളിൽ. പക്ഷേ അവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ $9,000 പെർ ക്യാപിറ്റ ഉണ്ട്. ഈ കൺട്രി ജീവിക്കുന്നത് ഓൺലി ഓൺ ടൂറിസം. അതാണ് ടൂറിസം. ആ ടൂറിസം ഒരു ബിസിനസ് ആക്കിയ രാജ്യമാണ് സീഷൽ. നമ്മുടെ കേരളം അതുപോലൊരു മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. Anyway, thank you very much for viewing my channel. Kindly do subscribe my channel. Have a nice day.